എല്ലാവർക്കും പാരമ്പര്യ റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബ്രെഡ് കൊണ്ട് ഒരു ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 പീസ് ബ്രെഡ് അരിയൊക്കെ ഒന്ന് ട്രിം ചെയ്തെടുത്തിട്ടുണ്ട്. ആ അരി എന്തിനാണ് ട്രിം ചെയ്ത് കളയുന്നതെന്ന് വെച്ചാൽ അത് കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിയുമ്പം ഈ നടുക്കുള്ള പാർട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 പീസ് ബ്രെഡിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒരു 2 പേർക്ക് കഴിക്കാനുള്ള അളവിനും ഈവനിങ് സ്നാക്കായിട്ടാണെങ്കിൽ ഒരു 4 പേർക്ക് കഴിക്കാനുള്ള അളവിനുമായിരിക്കും നമുക്ക് ഈ ഡിഷ് കിട്ടുന്നത്. ഇനി നമുക്ക് ആ ബ്രെഡ് പീസസ് എല്ലാം ഇതുപോലെ ഡൈസായിട്ട് ഒരു ഈക്വൽ ഷേപ്പിന് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ നമ്മൾ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ അല്പം കടലപ്പരിപ്പും അല്പം ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കുന്നു. അത് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു 5 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു 4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. അതെല്ലാം കൂടെ ഒന്ന് ലൈറ്റായിട്ട് വഴറ്റിയതിന് ശേഷം 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇട്ട് കൊടുത്തു. അതും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നു. അത് ആ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് പീസസിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ആ ബ്രെഡ് പീസസ് നന്നായിട്ട് അതുമായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരൊഴിച്ച് കൊടുക്കുന്നു. ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ സെർവിങ് ബൗളിലോട്ട് മാറ്റുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഡിഷാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.